ആലപ്പുഴ പുറക്കാട് തീരസംരക്ഷണത്തിനായി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പുലിമുട്ടുകൾ ഒലിച്ചുപോയി. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിച്ച് പുറക്കാട് പഞ്ചായത്തിൽ നിരവധി പുലിമുട്ടുകൾ നിർമ്മിച്ചത്. അശാസ്ത്രീയമായ രീതിയിലാണ് പുലിമുട്ട് നിർമ്മാണം നടത്തിയതെന്ന് അന്ന് തന്നെ ആക്ഷേപം ശക്തമായിരുന്നു. പുറക്കാട് തെക്ക് പുത്തൻനടയിലാണ് കോടികൾ മുടക്കി പുലിമുട്ട് നിർമ്മിച്ചിരുന്നത്. നിലവിലുള്ള കടൽഭിത്തി ബലപ്പെടുത്തി അതിനോട് ചേർന്ന് നിർമ്മിക്കേണ്ടതിന് പകരം തീരത്തായിരുന്നു പുലിമുട്ടുകളുടെ നിർമ്മാണം. വർഷങ്ങൾ കഴിയുന്തോറും കടൽ കയറി ഈ പുലിമുട്ടുകളെല്ലാം കടലെടുത്തു. ഇതോടെ പുറക്കാട് പഞ്ചായത്തിന്റെ തീരപ്രദേശമാകെ കടൽക്ഷോഭം രൂക്ഷമാകാൻ തുടങ്ങി. കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാനായി നിർമ്മിച്ച പുലിമുട്ടുകൾ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും പ്രയോജനപ്പെടാത്ത അവസ്ഥയിലായി തീർന്നു. പുറക്കാട് ഭാഗത്ത് കടലും ദേശീയപാതയുമായി 20 മീറ്ററിന് താഴെ മാത്രമാണ് ദൂരം. കടൽ ശക്തമായാൽ ദേശീയപാത വരെ കടലെടുക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ദീർഘവീക്ഷണമില്ലാതെയുള്ള പുലിമുട്ട് നിർമ്മാണം തീരസംരക്ഷണമാകെ അവതാളത്തിലാക്കിയിരിക്കുകയാണ്. ഈ ഹൈവേ ഇടിച്ചു കയറി ഈ പുലിമുട്ട് ഇടിച്ചു കയറി അപ്പുറത്ത് കടൽ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മുടെ പുറക്കാട് പഞ്ചോ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ സഞ്ചാരയോഗ്യം അവസാനിച്ചിരിക്കും. അത്രക്കും മേലുള്ള ഭീഷണിയാണ് ഇപ്പോൾ നടക്കുന്നത്. മത്സ്യത്തൊഴിലാളിയെക്കാളും കൂടുതൽ ഭീഷണി ഇപ്പോൾ ഇവിടുത്തെ കേരളം മൊത്തം ഭീഷണിയാണ് ഈ മേഖല. പുലിമുട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ മൊത്തത്തിലൊരു ഭീഷണി വരും. കാര്യം നമുക്ക് യാത്രാ സൗകര്യം പോലും ഇല്ലാതായി പോകും. ഈ പുറക്കാട് മുതൽ ഏകദേശം തോട്ടപ്പള്ളി വരെ പുലിമുട്ട് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പൊതുവെ നമുക്ക് നമ്മുടെ എല്ലാം അവതാളത്തിലാവും. ചെറിയ രീതിയിൽ കടലാക്രമണം ഉണ്ടായാൽ പോലും തകർന്നു കിടക്കുന്ന പുലിമുട്ടുകൾക്ക് മുകളിലൂടെയാണ് തിരമാലകൾ ആഞ്ഞടിക്കുന്നത്. കടൽ ശക്തമായതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വള്ളമിറക്കാനും കഴിയാത്ത സ്ഥിതിയാണ്. പുലിമുട്ട് നിർമ്മാണത്തിന്റെ പേരിൽ സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ പാഴാക്കിയതല്ലാതെ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ജനം, ആലപ്പുഴ.